വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ പറഞ്ഞു. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി കാര്യത്തിലും ആശങ്കകൾ പരിഹരിക്കാൻ ചർച്ച നടത്തും. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമെന്ന റിപ്പോർട്ടിന്മേൽ എന്ത് നിലപാടെടുക്കണമെന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പുതിയ ഡാം നമുക്ക് ഏകപക്ഷീയമായിട്ട് നിർമ്മിക്കാൻ കഴിയില്ല. നമ്മൾ നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തിൽ തന്നെ 2 സംസ്ഥാനങ്ങളും കൂടി അംഗീകരിച്ച് പുതിയ ഡാമാണ്. അപ്പോൾ നമ്മൾ ഒറ്റക്ക് പുതിയ ഡാം കെട്ടിക്കളിയാന്ന് വിചാരിച്ച് പുറപ്പെട്ടാൽ നമുക്ക് കെട്ടാൻ കഴിയില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വ്യക്തത വരുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഡാം സുരക്ഷിതമെന്ന റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി കൈക്കൊള്ളണം എന്നത് ചർച്ച നടത്തി തീരുമാനിക്കും. മുല്ലപ്പെരിയാർ സമരസമിതിയുമായും തുറന്ന ചർച്ചയ്ക്ക് തയ്യാർ. അവരെ ഒരു ശത്രുപക്ഷത്ത് നമ്മൾ കാണേണ്ടതായിട്ടില്ല. അവർ നാടിനു വേണ്ടിയുള്ള സ്വരം ഉയർത്തുന്നവരാണ്. അങ്ങനെ അതിനെ കാണേണ്ടതായിട്ടില്ല. അതിരപ്പള്ളി പദ്ധതി കാര്യത്തിൽ മന്ത്രിമാർ തമ്മിൽ അഭിപ്രായം വ്യക്തമാക്കിയത് തർക്കമല്ല. നേരത്തെ രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് പദ്ധതി എതിർക്കപ്പെട്ടത്. വെള്ളച്ചാട്ടത്തിന് തടസ്സമില്ലാതെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്ന കാര്യവും ചർച്ച ചെയ്ത് തീരുമാനിക്കും. അവിടുത്തെ വെള്ളച്ചാട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി നടപ്പായാൽ അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു പോകും എന്നൊരാശങ്ക. ആ ആശങ്ക എത്രത്തോളം ശരിയാണ് എന്നാണ് പരിശോധിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജനങ്ങളുടെ പ്രതികരണം അറിഞ്ഞ ശേഷം മാത്രമേ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളൂവെന്ന് VS അച്യുതാനന്ദൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും VS പറഞ്ഞു. പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കും കൂട്ടുനിൽക്കില്ലെന്ന് വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അതിരപ്പള്ളി പദ്ധതിയെക്കുറിച്ചുണ്ടായിരിക്കുന്നത് തെറ്റിദ്ധാരണ മാത്രമാണെന്നും കടകംപള്ളി പറഞ്ഞു. അതെല്ലാം തന്നെ ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുന്നതിന് തുല്യമാണ്. പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരു പ്രചാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് തന്നെയാണ് പറഞ്ഞത്. ഏത് വികസനവും പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടാണ്. എവിടെയെങ്കിലും ആർക്കെങ്കിലും അക്കാര്യത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് കൂടിയാലോചന ഗവൺമെൻറ് തയ്യാറാകും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു കൺഫ്രണ്ടേഷനും ഗവൺമെൻറ്റില്ല. ആരുമായിട്ടും കൺഫ്രണ്ട് ചെയ്തുകൊണ്ട് ഒരു വികസന പ്രവർത്തനവും അടിച്ചേൽപ്പിക്കാനായിട്ട് ഗവൺമെൻറ് താല്പര്യമില്ല. അത്തരമൊരു നിലപാട് ഈ ഗവൺമെൻറ്റില്ല. വിദ്യുശക്തി വകുപ്പിന് ഒട്ടുമേ ഇല്ല. അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന താൽപര്യത്തിനു വിരുദ്ധമായ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ സംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹവും ഏറ്റവും നിർഭാഗ്യകരവുമായി പോയി. കഴിഞ്ഞ അനേക വർഷങ്ങളായി മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ എടുത്ത തീരുമാനത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. തീരുമാനത്തിന് ഹൈക്കമാൻഡ് അംഗീകാരം നൽകി. ഘടകകക്ഷികളെയും തീരുമാനം അറിയിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാവിനെ നിയമസഭാ കക്ഷി ചേരുന്നതിന് മുമ്പ് നിശ്ചയിച്ചതിൽ കെ മുരളീധരൻ പ്രതിഷേധിച്ചു. ഐ ഗ്രൂപ്പിലും വ്യത്യസ്ത നിലപാടുകളുണ്ടായെങ്കിലും കൂടുതൽ MLA-മാർ പിന്തുണച്ചതോടെ രമേശ് ചെന്നിത്തലയെ നിയമസഭാ കക്ഷി നേതാവായി ഹൈക്കമാൻഡ് അംഗീകരിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ നിയമസഭാ കക്ഷി ചേരുന്നതിനു മുമ്പ് നിശ്ചയിച്ചതിൽ കെ മുരളീധരൻ KPCC അതൃപ്തി അറിയിച്ചു. യോഗത്തിലും മുരളീധരൻ തുടക്കത്തിൽ പങ്കെടുത്തില്ല. KPCC പ്രസിഡന്റ് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പിന്നീട് പങ്കെടുത്തത്. ഓരോ MLA-മാരെയും പ്രത്യേകം കണ്ട് ഹൈക്കമാൻഡ് പ്രതിനിധികൾ അഭിപ്രായം തേടി. പിന്നീടായിരുന്നു പ്രഖ്യാപനം. And we are going to announce to all of you that Mr. Ramesh Chennitala will be the leader of the opposition. Unanimously elected. ഭിന്നസ്വരങ്ങൾ ഉണ്ടായില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അങ്ങനെ ഏകകണ്ഠമായിട്ടാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അങ്ങനെ ഒരു പ്രതിഷേധവും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അദ്ദേഹം ഇവിടെ നിയോജക മണ്ഡലത്തിലെ 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതുകൊണ്ടാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ പദവിയുടെ കാര്യത്തിൽ യോഗത്തിൽ ചർച്ചയുണ്ടായില്ല. UDF യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദില്ലിയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കേരള ഹൌസ് അങ്കണത്തിൽ സ്വീകരണം നൽകി. നിയമപരിപാലനത്തിനും അഴിമതിക്കുമെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ആരെയും വഴിവിട്ട് സഹായിക്കാനില്ലെന്നും പ്രതികാര നടപടിക്കായല്ല സർക്കാർ അധികാരത്തിലെത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെങ്ങന്നൂരിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്താനിടയാക്കിയത് പിതാവിന്റെ അവിഹിത ബന്ധമെന്ന് സൂചന. ഇതേച്ചൊല്ലി അച്ഛനും മകനും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതി ഷെറിൻ ജോൺ പോലീസിനോടും ഇക്കാര്യങ്ങൾ സമ്മതിച്ചതായി സൂചനയുണ്ട്. അതേസമയം
ജോയ് ജോണിന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ പമ്പാ തീർത്തുവെന്ന് കണ്ടെത്തി. ചെങ്ങന്നൂരിൽ മകൻ കൊലപ്പെടുത്തിയ അമേരിക്കൻ മലയാളിയായ ജോയി ജോണിന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പമ്പാ നദിയിൽ നിന്ന് ലഭിച്ചു. പിതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തീയിട്ട് നശിപ്പിച്ചു പമ്പാ നദിയിൽ ഒഴുക്കിയെന്ന മകൻ ഷെറിൻ ജോയിയുടെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കൈയുടെ ഒരു ഭാഗം കിട്ടിയത്. പോലീസ് പരിശോധനകൾക്ക് ശേഷം DNA ടെസ്റ്റിനായി ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏൽപ്പിച്ചു. പരസ്ത്രീ ബന്ധമാണ് മകൻ അച്ഛനെ കൊലപ്പെടുത്താൻ കാരണമെന്നും ഷെറിൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കത്തിനിടയിൽ ജോയി മകനെ മർദ്ദിച്ചു. ഇതിനുശേഷം ജോയിയുടെ തന്നെ തോക്കുപയോഗിച്ച് ഷെറിൻ അച്ഛനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം പുഴയിലൊഴുക്കിയ ശേഷം രക്ഷപ്പെട്ട ഷെറിനെ കോട്ടയത്ത് നിന്നും പിന്നീട് പോലീസ് പിടികൂടിയിരുന്നു. അമേരിക്കൻ പൗരത്വം ഉള്ളതുകൊണ്ട് തന്നെ ഷെറിൻ്റെ അറസ്റ്റ് വൈകാനാണ് സാധ്യത. ഇയാൾ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. 2 ദിവസമായി മകനെയും അച്ഛനെയും കാണാതായതിനെ തുടർന്ന് ഭാര്യ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. ജില്ലാ പോലീസ് മേധാവി അശോക് കുമാർ ചെങ്ങന്നൂരിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് നേതൃത്വം നൽകി വരികയാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കലാഭവൻ മണിയുടെ ശരീരത്തിൽ വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചു. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വിഷമദ്യത്തിന്റെ അളവ് സ്ഥിരീകരിച്ചത്. മീഥൈൽ ആൽക്കഹോളിന്റെ അംശമുണ്ടായിരുന്നുവെന്നാണ് പരിശോധനാ ഫലം. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പോലീസിന് ലഭിച്ചത്. ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലത്തിൽ വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചു. മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമാണ് വ്യക്തമായത്. കുറഞ്ഞ അളവിലാണ് മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം. അതിനാൽ ഇത് മരണകാരണമായോ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം കാക്കനാട് ലാബിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനിയുടെ അംശമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിലും ഹൈദരാബാദിലെ പരിശോധനയിൽ ക്ലോർപൈറിഫോസിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കാക്കനാട് ലാബിൽ നടന്ന പരിശോധനയിലും സ്ഥിരീകരിച്ചിരുന്നു. കലാഭവൻ മണി മരണപ്പെട്ടതിന്റെ തലേന്ന് മണിയുടെ പാടിയിൽ മദ്യസൽക്കാരം നടന്നുവെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് അവിടെയുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തുവെങ്കിലും ദുരൂഹ മരണത്തെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. മണി ആത്മഹത്യ ചെയ്യില്ലെന്നും സാമ്പത്തിക ഇടപാടുകളെ തുടർന്ന് ആരൊക്കെയോ മണിയെ ഇല്ലാതാക്കിയതാണ് എന്നുമുള്ള ബന്ധുക്കളുടെ ആരോപണവും ഉയർന്നിരുന്നു. നാടൻ ചാരായത്തിലുണ്ടാകുന്ന മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം മണിയുടെ ശരീരത്തിലെത്തിയിരുന്നുവെന്ന പുതിയ റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തവരെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയും അന്വേഷണം തുടരുക. മാർച്ച് 6-നായിരുന്നു മണിയുടെ വിയോഗം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവ് KP നൂറുദ്ദീൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തലച്ചോറിലെ രക്തസ്രാവമാണ് മരണകാരണമായതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. വിവരങ്ങളുമായി മേഘ ചേരുകയാണ്. മേഘ, വീണു പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, അല്പം മുമ്പാണ് മുൻ മന്ത്രിയും മുൻ MLA-യുമായിരുന്ന KP നൂറുദ്ദീൻ സാഹിബ് മരണം സംഭവിച്ചത്. 77 വയസ്സായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. തലച്ചോറിലേറ്റ രക്തസ്രാവത്തെ തുടർന്നാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. വീണ് പരിക്കേറ്റിരുന്നു തനിക്ക്. 82 മുതൽ 87 വരെ കരുണാകരൻ മന്ത്രിസഭയിൽ വനം സ്പോർട്സ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 5 തവണ പേരാവൂരിൽ നിന്ന് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. നമുക്ക് അറിയാവുന്ന വിവരം അനുസരിച്ച് നാളെ രാവിലെ 8 മണിക്ക് കണ്ണൂരിൽ മഹാത്മാ മന്ദിരത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് പയ്യന്നൂരിലേക്ക് മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോകും. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ അതിനുശേഷം മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. 1 മണിക്ക് ശേഷം പുതിയങ്ങാടിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പുതിയങ്ങാടി ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കം നടക്കുക. അഞ്ജു.